വിശേഷം? ഓ, കല്യാണം ശരിക്കാൻ വന്നതാണല്ലേ. കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞോ? എന്തു പറ്റീടാ? മുഖം എന്ത് വല്ലാതിരിക്കണേ? ഇരുന്ന് മോക്കറിഞ്ഞോ? മുഖമൊക്കെ ആകെ മാറിയിരിക്കണ്ടല്ലോ. എന്തേടാ, എന്ത് പറ്റി? 2 ദിവസമായി ഉറങ്ങിയിട്ട്. രാത്രിയൊക്കെ പിച്ചും പേര് പറയുന്നു. ഭക്ഷണമൊന്നും കഴിക്കണില്ല. എന്താ ചെയ്യാം? എനിക്ക് കല്യാണം വേണ്ട ടീച്ചറെ, എനിക്ക് കല്യാണം വേണ്ട. എന്താണ് എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനിത് ആരോടെ പറയണേ? ഞാൻ അതുകൊണ്ടാണ് ടീച്ചറെ അടുത്ത് വന്നത്. എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അമ്മയ്ക്കറിയില്ലേ ഞാൻ എന്തേ കല്യാണം വേണ്ടെന്ന് പറയുന്നത്? നമ്മുടെ ആൻറ്റിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? എൻ്റെ ചേച്ചി എവിടെ ഇപ്പോൾ? ടീച്ചറെ, എനിക്ക് കല്യാണം വേണ്ട ടീച്ചറെ, എനിക്ക് കല്യാണം വേണ്ട. എന്താ മോനെ നീ പറയുന്നത്? ഒരു ബേബിനെ നല്ല ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? ആൻറ്റിയുടെ മോളുടെ കാര്യം മാത്രമല്ല ടീച്ചറെ, ഇപ്പോൾ ഏത് മീഡിയ എടുത്താലും, ഫേസ്ബുക്ക് ആവട്ടെ ഇൻസ്റ്റ ആവട്ടെ, ഏതെടുത്താലും നമ്മൾ എന്തെല്ലാം കാണുന്ന ടീച്ചറെ, എല്ലാവരും മരിക്കുന്നത് മാത്രം. എനിക്ക് വേണ്ട ടീച്ചറെ, എനിക്ക് ഈ കല്യാണം വേണ്ട. മോനെ അങ്ങനെ പറയല്ലേ. കുടുംബജീവിതം എന്നൊക്കെ പറയുന്നതേ ദൈവം തരുന്ന ഒരു അനുഗ്രഹം. അതെല്ലാവർക്കും കിട്ടുമൊന്നുമില്ല. മോനോട് ഞാനൊരു കഥ പറയട്ടെ. ടീച്ചർ ഇതേവിടെ ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മോനിക്ക് പുണ്യവതി അറിയാമോ? കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് ടീച്ചർ. അതായത് അമ്മമാർക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ളൊരു പുണ്യവതിയാണ്. എങ്ങനെ പോയാലും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് മോനിക്ക് പുണ്യവതി ഒരു മാതൃകയാണ്. ഓരോ മിനിറ്റിലും പ്രാർത്ഥന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആ മോനിക്ക് പുണ്യവതിയെ പറ്റി അറിഞ്ഞാൽ മോൾക്ക് ഇതെല്ലാം നിസ്സാരമായിരിക്കും. ആ മോനിക്ക് പുണ്യവതിയുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നെന്ന് മോൾക്കറിയാമോ? ദൈവമേ, എൻ്റെ അച്ഛനോട് അവിടുന്ന് എണ്ണീറ്റുണ്ട്. എൻ്റെ കണ്ണിൽ അവിടുന്ന് വീഴ്ചവെക്കുന്നു. ആ പാവത്തി ഗ്രന്ഥത്തിലുണ്ട്. ദിനരാത്രങ്ങൾ മുഴുവനുള്ള നിന്റെ ഈ പ്രാർത്ഥന നിർത്താറായില്ലേ മോനിക്ക? കഴിക്കാനൊന്നുമില്ലേ? ഉപ്പുമില്ല, പുളിയുമില്ല. ഇങ്ങനെയാണോ? ഞാൻ പറഞ്ഞതാ എന്റെ മോനോട്, ഇത് ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടണ്ടാവും. എപ്പൊ നോക്കിയാലും പ്രാർത്ഥന തന്നെ. മോണിക്കാ, ആ കാര്യം വെച്ച് കുഴപ്പട്ടെ. എന്തൊരു താമസ കുഴപ്പം കൊണ്ട് വരാൻ നിങ്ങട്. കാലിലെ വേദനയിട്ട് മാറിയില്ല, കുഴമ്പിടാൻ അല്ലാനും പാടില്ല. മോനിക്ക പുണ്യവതിയുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രാർത്ഥിച്ച് എന്ത് സംഭവിച്ചെന്നറിയാമോ? മോനിക്ക പുണ്യവതിയുടെ മുഴുക്കുടിയനായിരുന്ന ഭർത്താവ്, അതുപോലെ തന്നെ ദുഷ്ടയായിരുന്ന അമ്മായിയമ്മയും, ഇവര് രണ്ടുപേരും മാമോദിസ സ്വീകരിച്ചു, ക്രിസ്തു മതം സ്വീകരിച്ചു. അതിലുപരി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനും കഴിഞ്ഞു. പക്ഷേ പിന്നെ മോനിക്കയ്ക്ക് എപ്പോഴും സങ്കടം ആരെക്കുറിച്ചായിരുന്നു അറിയാമോ? തൻ്റെ മകനെ കുറിച്ചായിരുന്നു. ഉരുകി മകന് വേണ്ടി ആ അമ്മ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനാ കീർത്തനം പാടിടാം എൻ്റെ യേശുനായക, നെഞ്ചുരയിൽ താരയായി തീർത്തിടാം എൻ്റെ ലോകപാലക. മകളെ,
തുടരുക. ഇത്രയേറെ കണ്ണീരിന്റെ മകൻ നശിക്കുക അസാധ്യമാണ്. ദുഷ്മാർഗത്തിലൂടെ നടന്നിരുന്ന ആ മകനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കണ്ണുനീര് കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു ആ അമ്മ. നിങ്ങൾക്കറിയാമോ ആ മോനിക്ക പുണ്യവതിയുടെ മകൻ ആരാണെന്ന്? നമ്മൾ ഏറ്റവും അധികമായി ബഹുമാനിക്കുന്ന വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ അറിയാലോ. ആ അഗസ്റ്റിൻ മോനിക്ക പുണ്യവതിയെ പറ്റി പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞായിരിക്കുന്നത് എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ ഫലമാണെന്ന്. നമ്മളെ നോക്കിയും നമ്മുടെ മക്കൾക്ക് ഇത് പറയാൻ സാധിക്കണം. അവിടെയാണ് ഓരോ അമ്മമാരുടെയും വിജയം. മോളും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോളൂ. അപ്പോൾ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ടീച്ചർക്ക് മോൾക്ക് തരാനായിട്ട് ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ആകെ ഈ ജപമാലയാണ്. ജപമാല ചൊല്ലി ഈശോയോടും മാതാവിനോടും ഒപ്പം സഞ്ചരിക്കും. മോനിക്ക പുണ്യവതിയെ പോലെ ഓരോ നിമിഷവും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചോ. ഒരു പേടിയും പേടിക്കണ്ട, സന്തോഷമായിട്ടിരുന്നോ. അമ്മയും മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ടീച്ചറും പ്രാർത്ഥിക്കാം. നന്നായിട്ട് ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും കല്യാണത്തിന് ഞാൻ വരാം. ഒരു സങ്കടവും വിചാരിക്കണ്ട.